Welcome to Mathematical Methods class for MSc Physics. Mathematical Methods, Semester 1 Physics. MSc, and here today we see the probability problems. Probability, it is a part of Module 3. In the first class we have seen the basic definitions of probability, and now in this class we study some problems. Problems of probability. സോൾവ് പ്രോബ്ലംസ് ഇൻ ബേസിക് പ്രോബിലിറ്റി തിയറി. ഇത് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, നോട്ട് അഡ്വാൻസ്ഡ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ ഇതാണ്, ഉപയോഗിക്കുകയാണ്. പ്രോബിലിറ്റി പി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫെയർബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, ഓർ നമ്പർ ഓഫ് ഫെയർബിൾ ഇവൻറ്റ്സ്, ഓർ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഈവൻറ്റ്സ്. ഓൾവേസ് പ്രോബിലിറ്റി ഈസ് in between 0 and 1, that we write as 0 less than or equal to p less than or equal to 1. പ്രോബിലിറ്റി എപ്പോഴും ഇരിക്കുന്നത് 0യുടെയും 1ൻ്റെ ഇടയ്ക്കാണ്, അല്ലെങ്കിൽ 0%, 100% അതിന് ഇടയ്ക്കായിരിക്കും. ഓൾവേസ് 0 less than or equal to p less than or equal to 1. The meaning is p is in between 0 and 1. Complementary rule, p not a ഒഴിവാക്കിയുള്ള പ്രോബിലിറ്റി 1 minus p, അത് കോംപ്ലിമെൻ്ററി റൂൾ എന്ന് പറയുന്നത്. 1 minus p ഫോർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് p a intersection b is equal to p a into p b. For mutually exclusive events p a union b is equal to p a plus p b. Tossing a coin problem. A fair coin is tossed once. What is the probability of getting the head? Sample space is equal to h, t, 2 sample space. Favorable outcomes for head h is equal to 1. One outcome. Total outcome 2. So probability head, total number of outcomes, total favorable outcomes by total number of outcomes. That is 1 by 2, 0.5 or 50%. Problem number 2, rolling a die. A fair 6-sided die is rolled. 6 സൈഡുള്ള ഒരു ഡൈ നമ്മൾ ഉരുട്ടി വിടുകയാണ്. ഫൈൻഡ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. ഒരു ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ വെൻ എ ഡൈ ഈസ് റോൾഡ്? സൊല്യൂഷൻ, ദ സാമ്പിൾ സ്പേസ് S is equal to 1, 2, 3, 4, 5, 6. Total number of events, total number of outcomes. Then favorable outcomes is 2, 4, 6, 3 outcomes. So probability is 3 by 6, that is 1 by 2. Probability of getting an even number is p even, 3 by 6, 1 by 2. Next problem, complementary probability. When rolling a die, what is the probability not getting 5? 5 കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ്, ഓർക്കണം. 5 കിട്ടുന്നതിനുള്ളതല്ല. 5 കിട്ടാനായിട്ട് 1 by 6 ആണ്. 5 കിട്ടാതിരിക്കണം. അതിൽ നമ്മൾ ആ കോംപ്ലിമെൻ്ററി റിലേഷൻ അപ്ലൈ ചെയ്യണം. P5 is 1 by 6. P not 5, 1 minus 1 by 6, that is 5 by 6. Complementary rule often makes calculations easier. Next problem relating drawing cards from a box, from a deck. A card is drawn at random from a standard deck of 52 cards. Find the probability of getting a king, a red card. ഒരു കാർഡ് ബോക്സിനകത്ത് 4 കിങ് ഉണ്ട്, പകുതി റെഡ് കാർഡ്, അതായത് 26 റെഡ് കാർഡ് ഉണ്ടെന്ന് ഓർത്തോളാം. Solution, kings 4 in a deck. So p king is 1 by 52, 1 by 4 kings, 4 by 52, that is 1 by 13. ഒരു ബോക്സിനകത്ത് 4 കിങ് ഉണ്ട്, അതുകൊണ്ട് ഒരു കിങ് കിട്ടാനുള്ള സാധ്യത 4 by 52 ആണ്. ക്യാൻസൽ ചെയ്തിട്ട് 30, ഇവിടെ 52, 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 31 കിട്ടും. റെഡ് കാർഡ് പകുതി റെഡ് കാർഡാണല്ലോ. Red cards 26, hearts and diamonds. ഹാർട്സ് മാത്രമല്ല, ഹാർട്സ് പ്ലസ് ഡയമണ്ട്സ് പ്ലസ് ക്ലബ്സ് പ്ലസ് സ്പീഡ്സ്. ഹാർട്സ് ആൻഡ് ഡയമണ്ട്സ് മാത്രം പോരാ, എല്ലാം വേണം. ഇവിടെ മറ്റൊരെണ്ണം അവർ എഴുതാത്തതാണ്. സോ പി റെഡ്
P red is equal to 26 by 52, that is 1 by 2. അവിടെ റെഡ് കാർഡ്സ് എന്നുള്ളത് 26 ആണ്. അപ്പോൾ അതിൻ്റെ ആ ഡിസ്ക്രിപ്ഷൻ ബ്രാക്കറ്റിൽ അഡീഷൻ ഉണ്ട്. അവിടെ ഹാർട്ട്സ് ഉണ്ട്, ഡയമണ്ട്സ് ഉണ്ട്, പിന്നെ ക്ലബുണ്ട്, അതുപോലെ സ്പേഡും ഉണ്ട്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ആടതൻ, ഡയമണ്ട്, ക്ലാവർ, സ്പേഡ് എന്നൊക്കെ പറയുന്ന സാധനമാണ്. അപ്പോൾ 4 കാറ്റഗറി, ബ്രാക്കറ്റിൽ 4 കാറ്റഗറി ഇട്ടുണ്ട്, 4 കാറ്റഗറി. അപ്പോൾ ഇനി ചേർക്കേണ്ടത് ഹാർട്ട്സ്, ഡയമണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇനി ക്ലബ്സ് ചേർക്കണം, ക്ലബ്സ് ആൻഡ് ഓൾസോ സ്പേഡ്സ്, SPADES. In independent event problems, a coin is tossed and a die is rolled. What is the probability of getting a head and an even number? രണ്ട് വ്യത്യസ്തമായ പ്രോബ്ലമാണ്. ഒരു കോയിനും ഒരു ഡൈയും റോൾ ചെയ്യണം, രണ്ടും ഒരുമിച്ച്. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ആൻഡ് ആൻ ഈവൻ നമ്പർ? അപ്പോൾ ഒരു ഹെഡ് കിട്ടണം, ഒരു ഈവൻ നമ്പർ. ഹെഡ് കിട്ടുന്നത് കോയിൽ നിന്നാണ്, ഈവൻ നമ്പർ കിട്ടുന്നത് ഡൈയിൽ നിന്നാണ്. A coin is tossed and a die is rolled. What is the probability of getting a head and an even number? Solution: P head 1 by 2. 1 by 2 ആണല്ലോ. P even number 3 by 6. That is 1 by 2. Both these two experiments are independent. The two are independent. So independent. In the case of independent occurrences, we have to multiply to find the final probability. So P, H and even 1 by 2 into 1 by 2, that is 1 by 4. That's the probability. In at least one case, ഏതെങ്കിലും ഒന്ന് അത്തരൊരു കേസ്, 2 coins are tossed. What is the probability of getting the head or tail? രണ്ട് കോയിൻ ടോസ് ചെയ്യാൻ വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡാണ്, ടൈലില്ല. അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, ഒരു ഹെഡ് മാത്രം കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? 2 കോയിനാണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കോയിനും ഹെഡും ടൈലും ഉണ്ടെന്ന് ഓർക്കണം. സൊല്യൂഷൻ മെത്തേഡ് ഡയറക്റ്റ്. ഇതാണ് സാമ്പിൾ സ്പേസ്. ഈ തരത്തിലേക്ക് ഈ 2 നാണയം വീഴാം. HH, HT, TH, TT. 2 ഹെഡ് വീഴാം. ഒന്നിൻ്റെ ഹെഡ് രണ്ടാമത്തെ ടൈൽ, ഒന്നാമത്തെ ടൈൽ രണ്ടാമത്തെ ഹെഡ്, 2 ടൈൽ, അങ്ങനെ 4 തരത്തിൽ വീഴാം. അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. There are 3 cases: HH, ST and TH. So the favorable outcome is 3. Total outcome is 4. Probability P is 3 by 4. ഇത് കോംപ്ലിമെൻ്റ് കണ്ടാൽ ഇതിനേക്കാൾ എളുപ്പമാണ്. P at least 1 head. P at least 1 head. That is 1 minus P no heads. 1 minus P no heads. That is P no heads is equal to 1 by 4. So the required P here is 1 minus 1 by 4, that is 3 by 4. Complement is quicker. Then a conditional probability problem. A box has 5 red balls and 3 blue balls. A ball is thrown at random and is found to be red. Without replacing it, a second ball is drawn. Find P second ball by first, excluding the first red. Second red by the first red. Solution: after first red is taken, remaining red balls is 4. Remaining total balls is 7. So P second by first നമ്മൾ exclude ചെയ്യും. C second by first is equal to 4 by 7. Now comes conditional probability. A box has 5 red balls and 3 blue balls. A ball is thrown at random and is found to be red. Without replacing it, a second ball is drawn. Find P. Second, excluding the first red. Solution: after first red is taken, remaining red balls 4. Remaining total 7. P second by first red, that is equal to 4 by 7. Now problem 8, or events problem. Or events problem. A die is rolled. Find P even or multiple of 3.
പി ഈവൻ ആകണം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആകണം. അപ്പോൾ 2 കേസുകൾ വരുന്നുണ്ട്. ഈവൻ 2, 4, 6 3 ഔട്ട്കംസ്. Multiple of 3, 3, 6, 2 outcomes. So total number of possible outcome is, probable outcome is, favorable outcome is 3 plus 2, 5. Overlap, even and multiple of 3. Even and multiple of 3. അത് even and multiple of 3. Total, that is 6. So probable outcome is 6 minus 5, that is 1 outcome. അപ്പോൾ ഈവൻ കിട്ടാനുള്ള ഔട്ട്കം 3 ഔട്ട്കംസ്, മൾട്ടിപ്പിൾ ഓഫ് 3 കിട്ടാനുള്ള ഔട്ട്കം 2 ഔട്ട്കംസ്. ഇപ്പോൾ 5 ഔട്ട്കംസ് ഉണ്ട്. ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മാറ്റണം, ഇത് മാറ്റിയുള്ളത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് പി ഈവൻ ഓർ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പം അത് 6 minus 5 = 1 ഔട്ട്കം. ഇനി പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, ഈ ടേക്ക് അവേസ്. Always write the sample space first. It prevents miscounting. Check if events are mutually exclusive or independent. Use the complementary rule to save time. Be careful when events overlap. Avoid double counting. ഇപ്പോൾ ഇതിന് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഇല്ല, എല്ലാം ക്വസ്റ്റ്യനായിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് അഡീഷണൽ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടില്ല. ആൻഡ് ദാറ്റ് ഈസ് ഓൾ വിത്ത് യുവർ ക്ലാസ് നമ്പർ M43. We continue. Thank you very much.